എല്ലാവരുടെ ഹൃദയത്തിൻ്റെ ചിന്തകളും ധ്യാനങ്ങളും നിനക്ക് ഇന്നും എന്നും പ്രസാദമാകണമെന്ന് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഏറ്റവും ബഹുമാനമുള്ള വികാരി ജോജി അച്ഛൻ, എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സമയത്തിൻ്റെ പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് അധികം മുഖവര പറയാൻ തക്കവണ്ണം ഞാനീ സമയം എടുക്കുന്നില്ല. അതൊക്കെ നാളെ ആരാധനയ്ക്ക് ശേഷമുള്ള നിമിഷങ്ങളിൽ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ വലിയ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയതായിട്ടുള്ള ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ ഇന്നും എന്നും മഹത്വപ്പെടുത്തുകയാണ്. ഇതിന് ഒട്ടും യോഗ്യത ഉള്ള വ്യക്തിയല്ല ഞാൻ, എങ്കിലും യോഗ്യനെന്ന് എണ്ണിയത് ദൈവത്തിൻ്റെ മഹാകൃപ, അവൻ്റെ വലിയ ദയ, അവൻ്റെ വലിയ സ്നേഹം. 2023 കഠിനമായിട്ടുള്ള ഒരു ശോധന കടന്നുപോയ എനിക്കും എൻ്റെ കുടുംബത്തിനും സത്യത്തിൽ ലോകത്തോട് യാത്ര പറയേണ്ടതായിട്ടുള്ള എന്നെ ദൈവം തമ്പുരാൻ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എത്രയോ മൈലുകൾ അകലെയായി വിദൂരസ്ഥാനത്ത് ഇന്ന് ഈ കാൽഗറിയുടെ പ്രദേശത്തുള്ള മാർത്തമ ഇടവകയിൽ പള്ളിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നാമം വലിയ നാമമാണ്. കർത്താവിൻ്റെ നാമം അത്ഭുത നാമമാണ്. യേശുവിൻ്റെ നാമം അതിശയനാമമാണ്. ആ നാമം സൗഖ്യമുണ്ട്, ആ നാമത്തിൽ വിടുതലുണ്ട്, ആ നാമത്തിൽ പൂർണ്ണമായിട്ടുള്ള മോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടേക്കുള്ള വരവ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു. എൻ്റെ ചിന്തയിൽ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന് ഈ നിമിഷം നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് 1000 സ്തോത്രവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്ത നമുക്കറിയാമല്ലോ. വിറ്റ്നസിങ് ക്രൈസ്റ്റ് ഇൻ ദ കണ്ടംപററി വേൾഡ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ചിന്തിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസാക്ഷ്യത്തിൻ്റെ വിവിധ വശങ്ങൾ നാം 1-ാം ദിവസം സന്ധ്യയിൽ ചിന്തിക്കുകയുണ്ടായി. Different dimensions of faith and witnessing of Abraham, the father of all believers. ഇന്നലെ സന്ധ്യയിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചതായിട്ടുള്ള വിഷയങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനങ്ങളായിരുന്നു. ഇന്നലെ വരാത്തതായിട്ടുള്ള പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് ഒരു ചെറിയ റിമൈൻഡർ നൽകിയിട്ട് ഇന്നുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാൻ ചിന്തിച്ചതായിട്ടുള്ള പ്രധാനപ്പെട്ട 5 വിഷയങ്ങളെന്ന് പറയുന്നത് ഈ ജീവിത സാക്ഷ്യത്തിൻ്റെ ശ്രേഷ്ഠകരമായിട്ടുള്ള ആ ഒരു അനുഭവ പന്ഥാവിൽ ഏബ്രഹാം പ്രയോറിറ്റൈസ്ഡ് വർഷിപ്പ് ഓഫ് ഗോഡ് ആസ് നമ്പർ 1 ഇൻ ഹിസ് ലൈഫ്. ദൈവ ആരാധന ജീവിതത്തിൻ്റെ 1-ാമത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതായിട്ടുള്ള വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. 2, അബ്രഹാമിൻ്റെ സാക്ഷ്യത്തിൻ്റെ 2-ാമത്തെ പന്ഥാവ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ കെപ്റ്റ് ബ്രദർലി റിലേഷൻഷിപ്പ് ഇൻടാക്റ്റ് ആൻഡ് അൺബ്രോക്കൺ. സഹോദര ബന്ധങ്ങളെ ഏറ്റവും ഭംഗിയായി മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അബ്രഹാമിൻ്റെത് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ധനത്തിൻ്റെ ആഗമന കാര്യങ്ങളിലൊക്കെ വിശുദ്ധിയും വിശ്വസ്തതയും ദൈവത്തോട് പുലർത്തിയതായിട്ടുള്ള മനുഷ്യനാണ് അബ്രഹാം. അത് സാക്ഷ്യത്തിൻ്റെ 3-ാമത്തെ വശമായി നാം കാണുകയാണ്. ഹി കെപ്റ്റ് ഓണസ്റ്റി ആൻഡ് പ്യൂരിറ്റി ഇൻ ഏണിങ് വെൽത്ത്. അത് മാത്രമല്ല, നൽകപ്പെട്ടതും ലഭിച്ചതുമായിട്ടുള്ള എല്ലാറ്റിൽ നിന്നും 10-1 ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് കൊടുത്തതായിട്ടുള്ള വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഹി ഗേവ് ടൈത്ത് ഓഫ് എവറിത്തിങ് ടു ദ പ്രീസ്റ്റ്. മൽക്കിസേദക്കിന് ദൈവനാമത്തിൽ തൻ്റെ ധനത്തിൻ്റെ 10-1 വരുമാനത്തിൻ്റെ 10-1 കൊടുക്കാൻ തക്കവണ്ണം നിഷ്കർഷയുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അത് അബ്രഹാമിൻ്റെ സാക്ഷ്യത്തിൻ്റെ 4-ാമത്തെ വശമാണ്. 5-ാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹി പെർഫെക്റ്റ്ലി ഒബെയ്ഡ് ഗോഡ്സ് ഡിമാൻഡ് ആൻഡ് സറണ്ടേർഡ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി. ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കാനായിട്ട് നീ പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ യുക്തി കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ ദൈവത്തെ സമ്പൂർണ്ണമായിട്ട് അനുസരിച്ച് അവൻ്റെ കൽപ്പനയെ ശിരസാ വഹിച്ച മകനെ ബലി കൊടുത്തതായിട്ടുള്ള വ്യക്തിത്വമാണ് അബ്രഹാമിൻ്റേത്. ഈ കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ ജീവിതം സാക്ഷ്യം നമ്മളെ വെല്ലുവിളിക്കുന്ന പ്രിയപ്പെട്ടവരെ. എബ്രഹാംസ് ബിസിനസ് ഓഫ് ആൻഡ് ഫെയ്ത്ത് ഇസ് ചലഞ്ചിങ് us this time. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി ഏറ്റെടുക്കേണ്ടത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടതായിട്ടുള്ള സാക്ഷ്യത്തിൻ്റെ പന്ഥാവുകളെ, ആ പടവുകളെ ജീവിതത്തിൽ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിൽ
യേശു കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കാനായിട്ടുള്ള വിളിയാണ് ഈ ദിവസങ്ങളിലെ ദൈവവചനത്തിലൂടെ നാം ലഭിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മറന്നു കളയരുത്. അതുകൊണ്ട് ചോദ്യം പ്രസക്തമാണ്. ആർ യു റെഡി ടു ടേക്ക് അപ്പ് ദിസ് ചലഞ്ച് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്? ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇന്നലെ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു മഹൽ വ്യക്തിയാണ് നമ്മളിന്ന് കണ്ടുമുട്ടിയതെങ്കിൽ, ഇന്ന് ഞാൻ ധ്യാനിക്കാൻ പോകുന്നതായിട്ടുള്ള ഈ സന്ധ്യയിലെ ധ്യാനം എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങളോട് ഇന്ന് ഈ ദിവസം ഈ സന്ധ്യയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ശ്രേഷ്ഠനായ ഒരു മിഷണറി വര്യൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷി അനുഭവിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവർ, മറ്റാരുമല്ലത് വിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യാനുഭവത്തെ പറ്റിയാണ് ഈ സന്ധ്യയെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ധ്യയെങ്കിൽ നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും ആധാരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതായിട്ടുള്ള ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് റീഡ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 4. ഇപ്രകാരമാണ് നാം വായിക്കുന്ന വേദഭാഗത്ത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും പറയുന്നു. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. ഈ പുസ്തകത്തെ പറ്റി നമ്മൾ അല്പം ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. സെൻറ്റ് പോൾ, വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വേഷത വൃത്തിയിലായിരുന്നപ്പോൾ പ്രധാനമായിട്ട് 3 മിഷണറി യാത്രകൾ ഏറ്റെടുത്തതായിട്ടുള്ള വ്യക്തിത്വമാണ്. സെൻറ്റ് പോൾ undertook 3 major missionary journeys in his mission work. മാത്രമല്ല, ഫിലിപ്പിയ എന്ന് പറയുന്നതായിട്ടുള്ള ആ പട്ടണത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ മിഷണറി യാത്രയിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള വേളയിലാണ് ആദ്യമായിട്ട് യൂറോപ്പിൽ സുവിശേഷം അറിയിക്കപ്പെടുന്നതും ലുദിയ എന്ന സ്ത്രീ സുവിശേഷം കേട്ടുകൊണ്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർക്കപ്പെടുന്നതായിട്ടുള്ള സംഭവത്തെ പറ്റി ആക്ട്സ് ചാപ്റ്റർ 16 നമ്മൾ വായിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്പിലെ 1-ാമത്തെ വിശ്വാസിനിയായിട്ട് ലുദിയ എന്ന സ്ത്രീ അറിയപ്പെടുന്നു. പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ പ്രധാനപ്പെട്ടതായിട്ടുള്ള പട്ടണത്തിലേക്ക് പ്രവേശനവും അവിടെ സുവിശേഷ വേല ചെയ്യാൻ തക്കവണ്ണം സാധ്യമായത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 3-ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സെൻറ്റ് പോൾ ഏറ്റവും അധികം സ്നേഹിച്ചതായിട്ട് സഭയാണ് ഫിലിപ്പിയ സഭ. താൻ നട്ട് താലോലിച്ച് വളർത്തിയതായിട്ടുള്ള സഭയായിരുന്നു ഫിലിപ്പിയയിലെ സഭ എന്നുള്ളത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. മാത്രമല്ല, പിൽക്കാലത്ത് സുവിശേഷം ഘോഷിച്ചത് കൊണ്ട് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമിലെ തടവറയിലേക്ക് അകപ്പെടുകയാണ്. AD 60-64 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പൗലോസ് റോമിലെ തടവറയിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു വേള ഫിലിപ്പിയ സഭ പൗലോസിന് വേണ്ടി ഏറെ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. തടവിൽ കിടക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ഉദവിക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി ആ സഭ നാം മനസ്സിലാക്കുന്നു ഒരു നിധി സമാഹരിക്കുകയാണ്. അപ്രകാരം സമാഹരിച്ചതായിട്ടുള്ള നിധി ആ സഭയിലെ അംഗമായിട്ടുള്ള ഫ്രാത്തോസ് എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരൻ്റെ കൈവശം വിശ്വസ്തയോടെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു ചുമതല ഏൽപ്പിച്ചു, ഈ നിധി റോമിലേക്ക് നീ കടന്നു എന്ന്. അവിടെ നമ്മുടെ സഭയുടെ ആചാര്യനായ നാം സുവിശേഷം പറഞ്ഞു തന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ തടവറയിലേക്ക് നീ ചെന്ന് ഈ നിധി കൈമാറുക മാത്രമല്ല, അദ്ദേഹത്തിനോട് എല്ലാ ശുശ്രൂഷയും ചെയ്യണം എന്നുള്ള നിയോഗമാണ് ഈ ചെറുപ്പക്കാരൻ ലഭിച്ചത് എന്ന് വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. അവിടെ എത്തുന്നതായിട്ടുള്ള എപ്പഫ്രാദിത്തോസ് അധികം താമസിയാതെ പൗലോസ് അപ്പോസ്തലനെ സൂക്ഷിക്കുന്നതായിട്ടുള്ള വേളയിൽ രോഗിയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതും ഈ ലേഖനം വായിക്കുമ്പോൾ നാം വ്യക്തമായിട്ട് പഠിക്കുന്നു. അപ്രകാരം അതേ രോഗാവസ്ഥയിൽ ഉത്കണ്ഠപ്പെടുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ രോഗം മരണത്തിൻ്റെ വക്കത്തോളം എത്തുമ്പോൾ ഏറെ ഭാരപ്പെടുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഈ സംഭവം ഫിലിപ്പിയ സഭയിലെ വിശ്വാസം അറിയുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സഭ ദൈവത്തിൻ്റെ കൃപയാൽ രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഈ എപ്പഫ്രാദിത്തോസ് വിടുവിക്കപ്പെടുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സൗഖ്യം ലഭിച്ചതായിട്ട് എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയിലേക്ക് എത്രയും പെട്ടെന്ന് മടക്കി അയക്കണം. കാരണം അവനെ കാത്തിരിക്കുന്നതായിട്ട് സഭ ഉണ്ട് എന്നുള്ള ആ താല്പര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെയധികം താല്പര്യത്തോടെ ഇദ്ദേഹത്തെ മടക്കി ഫിലിപ്പിയിലേക്ക് അയക്കുകയാണ്. അയക്കുന്ന വേളയിൽ എഴുതി കൊടുത്തതായിട്ട് ഒരു കത്തുണ്ട്. ആ കത്താണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നതായിട്ടുള്ള ലേഖനം. പ്രിയപ്പെട്ടവരെ, AD 60
62 കാലഘട്ടത്തിലാണ് ഈ ലേഖനത്തിൻ്റെ ഉത്ഭവം എന്നുള്ളത് ബിബ്ലിക്കൽ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ലേഖനം എഴുതാൻ തക്കവണ്ണം 3 കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ തക്കവണ്ണം കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നന്ദി പറയുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന് വേണ്ടി ഫിലിപ്പിയ സഭ സമാഹരിച്ചതായിട്ടുള്ള സഹായം, നിധി, അതുപോലെ തന്നെ അവിടെ അംഗത്തെ ഇവിടെ പറഞ്ഞു വിട്ട് പൗലോസിന് വേണ്ടി എല്ലാ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരുക്കം, അവരുടെ ത്യാഗസന്നദ്ധത, അതെല്ലാം ഓർത്തുകൊണ്ട് പൗലോസ് ഒരു മനോഹരമായ നന്ദിക്കത്ത് എഴുതുന്നതാണ് ഈ ലേഖനം എന്ന് ഓർക്കുക. അതുകൊണ്ട് താങ്ക്സ് ലെറ്ററാണ് ഈ ലേഖനം എന്ന് പറയാൻ തക്കവണ്ണം കഴിയും. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഏറെ വ്യക്തമായിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സഭയിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഒരു യൂണിറ്റി ഉണ്ടാകണം, ഐക്യതയും ഏകതയും അനിവാര്യമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ള സഭയിലെ അനൈക്യം വല്ലാണ്ട് പൗലോസിനെ വേദനപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഭയിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ കത്ത്, ഈ ലേഖനം എഴുതിയത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ മടങ്ങിപ്പോകുന്നതായിട്ടുള്ള ഈ സഹോദരൻ ഫിലിപ്പിയിലെ സഭാ അംഗമായിട്ടുള്ള എപ്പഫ്രാത്തോസിന് തിരിച്ചു ചെല്ലുമ്പോൾ നല്ല ഊഷ്മളമായിട്ട് സ്വീകരണം ഉറപ്പുവരുത്തണം എന്നുള്ള ബോധ്യത്തോടെ ആ ഉറപ്പിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത് എന്നും കാണാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ 3 വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഈ ഒരു കത്തിൻ്റെ പിൻപിൽ, ലേഖനത്തിൻ്റെ പിൻപിൽ ഉണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. വായിച്ചതായിട്ടുള്ള 4-ാമത്തെ വാക്യം ഈ പുസ്തകത്തിൻ്റെ കീവേഴ്സാണ്, താക്കോൽ വാക്യമാണ്. 4-ാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ബോധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ വാക്യം തന്നെ പൗലോസിൻ്റെ ഒരു സാക്ഷ്യമാണ്. കാരണം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനാണ്. സുവിശേഷം പറഞ്ഞത് കൊണ്ട് തടവറയിൽ കിടക്കുന്നതായിട്ടുള്ള മനുഷ്യനാണ്. പ്രിസണിൽ കിടക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ ബന്ധനത്തിലായിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് പ്രതികൂല അവസ്ഥയിൽ ആയിരിക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഉള്ളത്തിൽ ക്രിസ്തു സന്തോഷം ഇല്ല എങ്കിൽ ഒരു മനുഷ്യന് മറ്റുള്ളവരോട് ഇത് പറയാൻ തക്കണം സാധ്യമല്ല. അതുകൊണ്ട് ബന്ധനത്തിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആണ് എങ്കിൽ തന്നെയും ആ അവസ്ഥയിലും ഈ പ്രിയപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തുന്നതായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിത്വം വാസ്തവത്തിൽ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ മകുട ഉദാഹരണമാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സാക്ഷ്യത്തിൻ്റെ മാറ്റ് ഉരയ്ക്കുന്ന ഉരകളിലാണ് പ്രതികൂലങ്ങൾ എന്ന് ഒരിക്കലും മറന്നു കളയരുത്. അഡ്വേഴ്സ് സിറ്റുവേഷനിലാണ് പൗലോസ് പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിയെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ സാക്ഷ്യ അനുഭവം തന്നെയാണ് അത്. അതുകൊണ്ട് സാക്ഷ്യത്തിൻ്റെ മാറ്റ് ഉരയ്ക്കുന്ന ഉരകളിലാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊന്നും ഒരിക്കലും നമ്മൾ മറന്നു കളയരുത്. അഡ്വേഴ്സിറ്റീസ് ആർ ദ പാരാമീറ്റേഴ്സ് ഓഫ് ക്രിസ്ത്യൻ വിറ്റ്നസിങ് ഫോർ എ ട്രൂ ബിലീവർ. ഈ യഥാർത്ഥ വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വാസ്തവത്തിൽ ഈ പ്രതികൂലങ്ങൾ എന്ന് പറയുന്നത് സാക്ഷ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരയ്ക്കുന്ന സംഭവമാണ് എന്നുള്ളത് എല്ലായ്പ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഭക്തനായ പാട്ടുകാരൻ്റെ നാട്ടുകാരനായിട്ടുള്ള വിൽസൺ പാടിയതായിട്ട് മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പാട്ടാണ്. കണ്ണുനീർത്താഴ്വരകൾ ജീവജല നദിയാക്കുമാവ്, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമാവ്, സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമതിൽ നയിക്കുമാവ്, സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമതിൽ മേഘക്കൊടി കീഴിൽ നയിക്കുമാവ്. കണ്ണീർ താഴ്വരകളെ ജീവന്റെ നദിയാക്കി മാറ്റുന്ന കർത്താവ്, കയ്യിലെ ചങ്ങലകളെ മണി വീണയാക്കി രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ്, ഈ കർത്താവ് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ നിന്നെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ സിയോനിലേക്ക് നയിക്കും എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സാക്ഷിയാണ് പ്രിയപ്പെട്ട നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ. കടലിൽ കിടക്കുമ്പോൾ അവൻ പറയുന്നു, ബന്ധനത്തിനായി കിടക്കുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും ക്രിസ്തുവിൽ ആനന്ദിക്കാൻ സന്തോഷിക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ. ഈ 4-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സന്തോഷിപ്പാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നതായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ലേഖനത്തിൻ്റെ വിശേഷത ഇസ് എപ്പിസ്റ്റൽ ഓഫ് ജോയ്.
സന്തോഷ ലേഖനം എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഈ ലേഖനം വാസ്തവത്തിൽ പൗലുസിൻ്റെ സ്പിരിച്വൽ ലൈഫിൽ പൗലുസ് വ്യത്യസ്ത അനുഭവങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അത് ക്രിസ്തീയ സാക്ഷ്യമായിട്ട് മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൽ കണ്ടെത്തുന്ന സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അവൻ്റെ സാക്ഷ്യ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം സാക്ഷ്യാനുഭവത്തിലൂടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സന്തോഷ അനുഭവങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും കോറിയിട്ടിട്ടുണ്ട് പൗലോസ് അപ്പോസ്തലൻ. 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ ഇപ്രകാരം പൗലോസ് പറയുന്നത്, ഐ താങ്ക് മൈ ഗോഡ് എവറി ടൈം ഐ റിമെമ്പർ യു ഇൻ ഓൾ മൈ പ്രേയേഴ്സ് ഫോർ ഓൾ ഓഫ് യു ഐ ഓൾവേസ് പ്രേ വിത്ത് ജോയ്. 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ കാണുന്നത്? പൗലോസ് പറയുകയാണ്, എൻ്റെ ക്രിസ്തുവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്, എൻ്റെ സാക്ഷ്യ അനുഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രയർഫുൾ ലൈഫിലാണ്, പ്രാർത്ഥനാ ജീവിതത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഇവിടെ. അതുകൊണ്ട് 1-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ്, എൻ്റെ ക്രിസ്തുവിലുള്ള സന്തോഷത്തിൻ്റെ സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് പ്രാർത്ഥനാ അനുഭവത്തിലാണ്, പ്രാർത്ഥനാ ജീവിതത്തിലാണ് എന്ന് വ്യക്തതയോടെ ഇവിടെ പൗലോസ് പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതയുണ്ട് ഇവിടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന, എപ്പോഴുമുള്ള പ്രാർത്ഥന, മാത്രമല്ല എല്ലാറ്റിനും വേണ്ടിയുള്ള പ്രാർത്ഥന. 3 വിശേഷണങ്ങൾ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് കാണുന്നുണ്ട്. എപ്പോഴും, എല്ലാവർക്കും വേണ്ടി, എല്ലാറ്റിനും വേണ്ടി, എവറി ടൈം, ഫോർ എവറിബഡി, ഫോർ എവറിത്തിങ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് സവിശേഷത ഏറെയുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതാണ് പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷത. പല ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് പ്രയർ? പ്രയർ ഈസ് സീക്കിംഗ് ഗോഡ്. ദൈവ അന്വേഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രയർ ഈസ് വെയിറ്റിംഗ് അപ്പോൺ ലോർഡ്. കാത്തിരിക്കുന്നതാണ് വാസ്തവത്തിൽ ദൈവമുൻപാകെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രയർ ഈസ് ഡ്രോയിങ് നിയർ ഗോഡ്. ദൈവത്തിങ്കിലേക്കുള്ള ചേർന്ന് വരവാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പ്രയർ ഈസ് ആസ്കിങ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിക്ക് ഞാൻ തരും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സവിശേഷതയെല്ലാം പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ സംശീകരിച്ചിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം കഴിയും. അദ്ദേഹം പറയുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്ന അനുഭവം. വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാനിവിടെ വായിച്ചതായിട്ട് കഥ ഇപ്പോൾ ഓർമ്മ വരികയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പ്രാർത്ഥനാ നിർഭരമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കുക, സാക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉടമയായി ഈ ലോകത്തിൽ ജീവിക്കുന്ന അനുഭവം സാക്ഷ്യാനുഭവമാണ് എന്ന് പൗലോസ് നമ്മെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. സാധുവായ വിധവ സ്ത്രീ, 5 മുതൽ 12 വരെ വയസ്സ് പ്രായമുള്ള 3 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണവൾ. 2 സെൻറ്റ് ഭൂമിയിൽ ഉണ്ടാക്കിയ കുടിലാണ് അവളുടെ താമസം. അവൾ വിശ്വാസിനിയാണ്. പക്ഷെങ്കിൽ അവൾ 3 വീടുകൾ ജോലിക്കായി കടന്നു പോകുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി. അവളുടെ ജീവിത ആയോജനത്തിനായിട്ട് കഷ്ടപ്പെട്ട് അവൾ ജീവിക്കുകയാണ്. അവൾ വിശ്വാസിനിയാണ്. പക്ഷെങ്കിൽ അവൾക്ക് അവളുടെ ആലയത്തിലേക്ക് ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ തക്കവണ്ണം പോകാൻ തക്കവണ്ണം കഴിയുന്നില്ല. അവളുടെ ഹൃദയം പലപ്പോഴും വെമ്പും. അവളുടെ സഹവിശ്വാസികൾ വെള്ളിയാഴ്ചകൾ അവളുടെ ആരാധന സ്ഥലത്തേക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് പോകും. അവൾ ആ സമയത്ത് ഓർക്കും, എനിക്ക് പോകാൻ തക്കവണ്ണം കഴിയുന്നില്ല. കാരണം ജീവിതത്തിൻ്റെ പ്രാരാബ്ധം അവളെ ആരാധനാനുഭവത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തിയിരിക്കുക. പക്ഷെങ്കിൽ ആ കഥയിൽ ഇപ്രകാരമാണ് പറയുന്നത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അവൾ ഒരുപക്ഷെ ആദ്യത്തെ വീട്ടിലേക്ക് ജോലിക്കായിട്ട് രാവിലെ കടന്നു ചെല്ലുമ്പോൾ, രാവിലെ പ്രഭാതത്തിൽ അവൾ ചൂലെടുത്തുകൊണ്ട് മുറ്റമടിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഉള്ളത്തിൽ പ്രാർത്ഥന ഉയരും. ദൈവം തമ്പുരാനെ, ഈ ചൂല് കൊണ്ട് ഈ മുറ്റത്തെ എല്ലാവിധമായിട്ടുള്ള കരിയിലയും ചുള്ളിക്കമ്പോൾ എല്ലാം ഭംഗിയായിട്ട് മാറ്റി വിശുദ്ധീകരിക്കുന്നത് പോലെ നിന്റെ കരങ്ങളാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആ ജോലി കഴിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറി അവൾ അടുക്കളയിലേക്ക് പോയിട്ട് ആ വീട്ടിലെ പാത്രങ്ങൾ കഴുകുമ്പോൾ അവളുടെ ഉള്ളത്തിൽ വീണ്ടും പ്രാർത്ഥന ഉയരും. ദൈവമേ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ പള്ളിയിൽ പോകേണ്ടതാണ്, പക്ഷേ സാധിക്കുന്നില്ല കർത്താവേ, നീ എൻ്റെ അവസ്ഥ അറിയുന്നല്ലോ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ കർത്താവേ, ഞാൻ ഈ പാത്രങ്ങളെ പൂർണ്ണമായിട്ട് വെള്ളമൊഴിച്ച് ശുദ്ധീകരിച്ച് കഴുകുന്നത് പോലെ രക്തം കൊണ്ട് എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ എന്നവൾ പ്രാർത്ഥിക്കും.
തുടർന്ന് അവൾ അലക്കാനായിട്ട് പോകുന്ന സമയത്ത് അവൾ ഉള്ളത്തിൽ പ്രാർത്ഥന ഉയരും. സോപ്പ് കൊണ്ട് ഈ വസ്ത്രത്തിലെ മാലിന്യങ്ങളെല്ലാം കർത്താവെ കഴുകിക്കളയുന്നത് പോലെ നിന്റെ സ്വർഗീയമായ രക്തം കൊണ്ട് എനിക്ക് നീതിയുടെ വസ്ത്രത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ അവൾക്ക് പ്രാർത്ഥിക്കാൻ തക്കോണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും അവളുടെ ഓരോ നിമിഷങ്ങളിലും ഹൃദയത്തിൽ പ്രാർത്ഥന ഉയരുന്നതായിട്ട് പാവപ്പെട്ട സ്ത്രീയായി ആ സ്റ്റോറിയിൽ പറയുമ്പോൾ, പിൽക്കാലത്ത് അവളുടെ ഹൃദയത്തെ മാനിച്ച് ദൈവം തന്നെ അവൾ ഉയർത്തിയതായിട്ടുള്ള ആ കഥയുടെ അവസാനം പറയുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കാൻ തക്കോണം കഴിയുമോ എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തിൻ്റെ ഉടമയായി നിലകൊള്ളാൻ തക്കവണ്ണം ദൈവം വിളിക്കുന്നു എന്നുള്ളത് ഈ വേദഭാഗത്ത് കൂടെ മനസ്സിലാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ ഫിലിപ്പിയർ 1:18 വാക്യമാണ്. 1:18, ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് 18. What does it matter? The important thing is that in every way, whether from false motives or true, Christ is preached, and because of this I rejoice. 1-ാം അധ്യായത്തിൻ്റെ 18 വാക്യം. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, പൗലോസിന് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ എപ്പോഴും എല്ലായിടത്തും സുവിശേഷിക്കുന്നതിലുള്ള സന്തോഷമായിരുന്നു, സാക്ഷ്യമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സന്തോഷമായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം കഴിയും. ഈ വാക്യം വാസ്തവത്തിൽ എഴുതാൻ തക്കവണ്ണം കാരണം പൗലോസ് അപ്പോസ്തലനെ എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നതായിട്ടുള്ള ആ കൃത്യം നാട്യമായിട്ട് പരമാർത്ഥത ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികൾ ഒരു പ്രത്യേക അഡ്വൈസ് കൊടുത്തു പൗലോസ് അപ്പോസ്തലന്. നമ്മെ എതിർക്കുന്ന, നിന്റെ വേലയെ എതിർക്കുന്ന, നാട്യമായിട്ട് നിന്റെ വേല തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിനെ പൂർണ്ണമായി ഷൻ ചെയ്യണം, അപലപിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് പൗലോസ് 18-ാം വാക്യം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ആ കൂട്ടരും ആരെ പ്രസംഗിക്കുന്നു? കർത്താവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നുമില്ല, എനിക്ക് വേദനയൊന്നുമില്ല. എന്തിനാണ് ഞാൻ ഷൻ ചെയ്യുന്നത്, അപലപിക്കുന്നത്? കാരണം ഞാൻ പ്രീച്ച് ചെയ്യുന്നതായ കർത്താവിനെ അവരും പ്രീച്ച് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയും ഏത് സ്ഥാനത്തും കർത്താവിനെ ഉയർത്തിക്കാണിക്കുന്നതിനുള്ള സന്തോഷമാണ് പൗലോസ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായിട്ട് സാക്ഷ്യമായിരുന്നു. ഓർക്കുക, പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, വിശാല മനസ്സോടെ എതിർക്കുന്ന ആൾക്കാരെയും അപലപിക്കുന്നതായിട്ടുള്ള കൂട്ടരെയും ചേർത്ത് നിർത്താനായിട്ടും ഹൃദയത്തിൽ അവരെ സ്വീകരിക്കാനായിട്ടും അവർ ചെയ്യുന്നതായിട്ടുള്ള വേല ആത്മാർത്ഥത ഇല്ലാത്തതാണെങ്കിൽ തന്നെയും അതിനെ ശ്ലാഘിക്കാൻ തക്കവണ്ണം പൗലോസ് ഒരുങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് വാസ്തവം നമ്മൾ കാണുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിശ്ചയമായിട്ടും ഓർക്കേണ്ടത്, ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പ്രകാശമാനമാക്കി കാണിക്കുന്ന അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത് എന്ന് ഒരിക്കലും മറന്നു കളയരുത്. എന്തെല്ലാം വേല പൗലോസ് ചെയ്തോ വാസ്തവത്തിൽ ക്രൈസ്റ്റ് ആസ് എ സെൻറ്റർ എന്ന വിധത്തിലാണ് പൗലോസ് ചെയ്തത്. തൻ്റെ വേലയുടെ എല്ലാം കേന്ദ്ര ബിന്ദു കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. മാത്രമല്ല, എന്തെല്ലാം സംസാരിച്ചോ, all the talk, Christ as the focus and the theme. കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരുന്നു അവൻ്റെ തീം, അവൻ്റെ എല്ലാ സംസാരത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും വിഷയം എന്നുള്ളത് പ്രത്യേകിച്ച് നാം ഓർത്തിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഫിലിപ്പിയ ലേഖനം ക്രിസ്റ്റോളജി ഏറെയുള്ള ഒരു ലേഖനമാണ്. കർത്താവിനെ പറ്റിയുള്ള ആഴമായിട്ട് ചിന്തകൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കർമ്മ മേഖലയിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിനെ പ്രവൃത്തിയിൽ സാക്ഷിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടാണ് നമ്മൾ ഒരിക്കലും മറന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കിനേക്കാൾ അധികമായിട്ട് പ്രവൃത്തിയിലൂടെ കർത്താവിനെ ഉയർത്തിക്കാണിക്കുവാൻ സാക്ഷിക്കാൻ തക്കവണ്ണം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഒരിക്കലും നമ്മൾ വിസ്മരിച്ച് കളയരുത് പ്രിയപ്പെട്ടവരെ. മിസ് കുഞ്ഞമ്മ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതായിട്ടുള്ള ഒരു യുവതിയാണ്. അങ്കോല ആശ്രമത്തിൽ കുറേ നാൾ വോളണ്ടറായിട്ട് വർക്ക് ചെയ്തതായിട്ടുള്ള സഹോദരിയാണ്. നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചപ്പോൾ അവർ കർണാടക സർക്കാരിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നേഴ്സായിട്ട് ജോലി കിട്ടി. ഏറെ സമർപ്പിതയായിട്ടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസി, മാർത്തോമാക്കാരി. എല്ലാ 3 വർഷം കൂടുമ്പോൾ സ്ഥലം മാറ്റം കിട്ടും ഈ കുഞ്ഞമ്മയ്ക്ക്. മിസ് കുഞ്ഞമ്മ അങ്ങനെ ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റപ്പെടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ അവിടെ നടക്കുന്നതായിട്ടുള്ള തിന്മകൾ വല്ലാണ്ട് കുഞ്ഞമ്മയെ വേദനിപ്പിച്ചു. മിസ് കുഞ്ഞമ്മ പ്രാർത്ഥനയിൽ വ്യാകരിച്ചു, അഭിഷേകങ്ങൾ വെച്ചുകൊണ്ട്.
മാത്രമല്ല അവിടെയുള്ള നേഴ്സസ് അതുപോലെ ഡോക്ടേഴ്സ് ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. അവരെല്ലാവരും പാവപ്പെട്ടതായിട്ടുള്ള ഗ്രാമവാസികൾ ചികിത്സയ്ക്കായി കടന്നു വരുമ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. ഇഞ്ചക്ഷന് 50 പൈസ. ഞാൻ പറയുന്ന കഥ എന്ന് പറയുന്നത് 70s കഥയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മറ്റു മരുന്നിന് 1 രൂപ. ഈ തരത്തിൽ ഡോക്ടർക്കും നഴ്സുമാർക്കും കൈക്കൂലി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒന്നുമില്ലാത്തതായിട്ടുള്ള പാവപ്പെട്ടവർ കടന്നു വരുന്നതായിട്ടുള്ള ഈ ഹെൽത്ത് സെൻ്ററിൽ അവർക്ക് ചികിത്സ ലഭിച്ചിരുന്നത്. ഇത് ശക്തമായിട്ട് പ്രിയപ്പെട്ട ഈ കുഞ്ഞമ്മ എതിർത്തു. ആ എതിർപ്പ് അവിടെയുള്ള കൊളീഗ്സിനൊക്കെ വല്ലാണ്ട് അലോരസമായി തോന്നി. ഏതാണ്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാം സംഘടിച്ചു. കുഞ്ഞമ്മയെ എങ്ങനെ ഇവിടുന്ന് പറപ്പിക്കണം, എങ്ങനെ ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കണം എന്നുള്ള ആ ചിന്തയിൽ ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫും ഒക്കെ ഒത്തുകൂടുകയാണ്. 5-ാം മാസമായി കഴിഞ്ഞപ്പോൾ പരാതി അയച്ചു കുഞ്ഞമ്മയ്ക്കെതിരായിട്ട്. പക്ഷെങ്കിൽ കുഞ്ഞമ്മ പ്രാർത്ഥനാ നിർഭരയായി അവിടെയുള്ള പാവപ്പെട്ടവർക്ക് യാതൊരു കൈക്കൂലിയും വാങ്ങാതെ സ്നേഹത്തിൻ്റെ നിറവ് കർത്താവിൻ്റെ അതേ മനസ്സോടെ സേവനം ചെയ്തതായിട്ടുള്ള ഒരു നേഴ്സാണ് മിസ് കുഞ്ഞമ്മ. പ്രിയപ്പെട്ടവരെ, ചുരുക്കം മാസങ്ങൾ കൊണ്ട് അവിടെയുള്ള ഏതാണ്ട് 10,000-2000 ഗ്രാമവാസികളുടെ ഹൃദയം കവർന്നതായിട്ടുള്ള നേഴ്സാണ് മിസ് കുഞ്ഞമ്മ. ആ തരത്തിൽ 6-ാമത്തെ മാസം ഇവരെല്ലാം കൂടെ ഒത്തുകൂടി കുഞ്ഞമ്മയ്ക്കെതിരായിട്ട് നീങ്ങുമ്പോൾ അവിടെ അവർ പരാതി അയച്ചു. അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വരികയാണ്. പക്ഷെങ്കിൽ ഈ ഓർഡർ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഗ്രാമവാസിയെല്ലാം സംഘടിച്ച് 500-ഓളം അധികം പേര് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മുമ്പിലേക്ക് അതിനെ ഒന്ന് ഉപരോധിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സഹോദരി, ഈ ഞങ്ങളുടെ നേഴ്സ്, അവൾ ക്രിസ്തു വിശ്വാസിയാണ്, സ്നേഹത്തിൻ്റെ നിറവിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം കൈക്കൂലി വാങ്ങിക്കാൻ. അതുകൊണ്ട് ഈ സഹോദരി ഇവിടെ നിന്ന് ഒരിക്കലും ഞങ്ങൾ മാറ്റുകയില്ല. മാറ്റിയാൽ അങ്ങനെ നിശ്ചയമായിട്ടും സർക്കാരും അറിയും, ഈ നാട്ടിൽ ജനങ്ങളും പൂർണ്ണമായിട്ടും നിശ്ചയമായിട്ടും എതിരായിട്ട് നിലകൊള്ളും എന്നുള്ള ആ സ്റ്റാൻഡ് എടുത്ത് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ക്രിസ്തു വിശ്വാസത്തിൻ്റെ സാക്ഷിയായി ആ ഗ്രാമത്തിൽ 12,000 പേരെ ചികിത്സിക്കാൻ തക്കവണ്ണം ഒരുമനപ്പെട്ട് ഇറങ്ങിയതായിട്ടുള്ള ഈ സഹോദരി ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഗ്രാമത്തിൽ കാണിച്ചു കൊടുത്തത്. പറയട്ടെ, സർക്കാരിന് അധികാരികൾക്ക് ഈ ഓർഡർ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. ഗ്രാമവാസികളുടെ ശക്തമായ എതിർപ്പിൻ്റെ പിൻപിൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അവൾ വീണ്ടും 3 വർഷത്തോടെ സേവനം ചെയ്തു, രാജ്ഞിയെപ്പോലെ. ഗ്രാമവാസികളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ആ ഗ്രാമത്തിൽ മിസ് കുഞ്ഞമ്മ കർത്താവിന് വേണ്ടി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്തു. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അതാണ് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാണ് സാക്ഷ്യം എന്നുള്ളത് മിസ് കുഞ്ഞമ്മ എന്നെയും പഠിപ്പിച്ചതായി സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് 82 വയസ്സുകാരിയായിട്ട് കർണാടകയിൽ പ്രിയപ്പെട്ട സഹോദരി താമസിക്കുന്നുണ്ട്, റിട്ടയർമെൻ്റ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ആ തരത്തിൽ കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള പ്രവർത്തന മണ്ഡലത്തിൽ യേശു കർത്താവിനെ പ്രവർത്തി കൊണ്ട് സാക്ഷിച്ചതായിട്ടുള്ള കുഞ്ഞമ്മയുടെ ആ ഒരു ശുശ്രൂഷ എന്നെയും നിങ്ങളും ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാർത്തമാക്കാരനും ഓരോ സുവിശേഷം എന്നുള്ള ആ വലിയ ആർത്തവാക്യം ഏറ്റെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രസംഗമല്ല വേണ്ടത്, പിന്നെയോ പ്രസംഗം ജീവിതത്തിൽ പാലിക്കുന്നതായിട്ട് മർത്തമക്കാരാണ് നമുക്ക് ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എഞ്ചിനീയേഴ്സ് അയക്കുമ്പോൾ മർത്തമക്കാരനായ എഞ്ചിനീയർ അവൻ പ്രവർത്തിക്കുന്ന ആ സ്ഥാനത്ത് കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കണം വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസ്, IT-ക്കാർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ ജോലി ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ട മാർത്തമക്കാരനെയും വിളിച്ചിരിക്കുന്നത് ജോലി സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നിന്നെ അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് പ്രവൃത്തിയിലൂടെ എന്നൊരിക്കലും മറന്നു കളയരുത്. ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകുമെന്ന് ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ കാൽഗറി പ്രദേശത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ 1000 മൈൽ അപ്പുറത്തായിട്ട് നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ കർത്താവിൻ്റെ സാക്ഷിയായി ഈ ദേശത്ത് നിൽക്കാൻ വേണ്ടിയാണെന്നുള്ള സത്യം വേദപുസ്തകം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവൃത്തിയിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ആ അനുഭവമാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞമ്മയും ഈ ശ്രേഷ്ഠമായിട്ടുള്ള സാക്ഷ്യമാണ് ആ സമൂഹത്തിൽ, ആ ഗ്രാമത്തിൽ വെളിപ്പെടുത്തിയത് എന്ന് പ്രത്യേകിച്ച് നാം ഓർക്കുക. അതുകൊണ്ട് വാക്കിലൂടെ വാസ്തവത്തിൽ മാത്രമല്ല, പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് പ്രവൃത്തിയിലൂടെ കർത്താവിനെ സാക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ സാക്ഷി ജീവിതമായിട്ട് മാറുന്നത് എന്നോർക്കുക. നമ്പർ 3, ഫിലിപ്പ്യാലേഖനം 2-ാം അധ്യായത്തിൻ്റെ വാക്യം 17, ഫിലിപ്പിയൻസ് 2:17 ഇപ്രകാരമാണ് വായിക്കുന്നത്: But even if I am being poured out like a drink offering on the sacrifice and service coming from your faith, I am glad and rejoice with all of you. 2:17 വാക്യമാണ് ഞാൻ വായിച്ചത്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരും കൂടെ സന്തോഷിക്കും. ഞാൻ പറഞ്ഞു, 1 പൗലോസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലാണ്. 2 പൗലോസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവിതത്തിലൂടെ പ്രസംഗിക്കുകയും
അവൻ്റെ പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. 3 നാം ഇവിടെ കാണുന്നു, മറ്റുള്ളവരുടെ അവരൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിലാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നാലും സന്തോഷം മാത്രമേ എനിക്കുള്ളൂ, ഞാൻ ക്രിസ്തു സന്തോഷിക്കും. അപ്പോൾ അവരെൻ്റെ വിശ്വാസത്തിൻ്റെ വർധനയ്ക്ക് ത്യാഗം ചെയ്യുന്നതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സാക്രിഫൈസ് ഹിംസെൽഫ് ഫോർ ദി എൻറിച്ച്മെന്റ് ഓഫ് ഫെയ്ത്ത് ഓഫ് അതേഴ്സ്. നമ്മളുടെ വിശ്വാസം, ക്രിസ്തു വിശ്വാസം നമ്മുടെ കാര്യം മാത്രമായി പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ തെറ്റിപ്പോയി. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കാര്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അത് അവരെൻ്റെ കാര്യം കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസാനുഭവത്തിലൂടെ അവരെൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ടും അതിനെ ഉയർത്താൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സാക്ഷ്യമായി മാറുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെയും നമ്മുടെ വാക്കിലൂടെയും അവരെൻ്റെ വിശ്വാസ വളർച്ച സാധിക്കുമ്പോഴാണ് എന്നോർക്കുക. സഹോദരൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരാണ് ഞാനും നിങ്ങളും, മറന്നു കളയരുത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ വിശ്വാസം അവരെൻ്റെ സഹോദരൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ സഹോദരൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ കടപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ് എന്നുള്ളത് ഈ വേദഭാഗം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, ആസ് എ ബിലീവിംഗ് കമ്മ്യൂണിറ്റി വി ഷുഡ് ബി എക്സ്ട്രാ കോഷ്യസ് വെൻ വി ഡു ആൻഡ് വി സ്പീക്ക്. അതുകൊണ്ട് സഭ എന്ന നിലയിൽ, ഒരു കൂട്ടായ്മ നിലയിൽ നാം നിൽക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവം നിൽക്കുമ്പോൾ, നമ്മുടെ ഓരോ ചെയ്തിയും ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എൻ്റെ ചെയ്തി കൊണ്ട് എൻ്റെ സഹോദരൻ്റെ വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ വാക്ക് കൊണ്ട് സഹോദരൻ വിശ്വാസത്തിൽ അവൾ പിന്നോക്കം പോയെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ വാക്കും നമ്മുടെ നോട്ടവും നമ്മുടെ ഭാവവും എല്ലാം വിശ്വാസമായി നിൽക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതേറെ കോഷ്യസായി നാം ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസി ഏറെ ജാഗ്രതയോടെ നിൽക്കേണ്ടതാണ് എന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. കാരണം എൻ്റെ വിശ്വാസം എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമല്ല, പിന്നെയോ എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ സഹോദരൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമുള്ള നിയോഗം എനിക്കുണ്ട്, കടമയുണ്ട് എന്ന് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു മെട്രോ നഗരത്തിലുള്ള ഒരു മനോഹരമായിട്ട് വലിയ ഇടവക, 600 വീട്ടുകാരുള്ള ഇടവകയാണ്. ആ ഇടവകയിൽ ഒരു യുവതി വിവാഹം കഴിച്ചു. അവൾ വിവാഹം കഴിച്ചത് ഓർത്തഡോക്സ് സഭയിലെ അംഗത്തെയാണ്. സ്വന്തം പള്ളിയിലേക്ക് അവൾ വന്നുകൊണ്ടിരുന്നത് അധികം ബുദ്ധിമുട്ട് കൂടാതെ ഒരു ലോക്കൽ ട്രെയിൻ വിളിച്ചിട്ടാണ് ആ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഭർത്താവ് വിവാഹശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് യാത്രയായി. 5-6 മാസം കൂടി പക്ഷെങ്കിൽ ഈ യുവതിക്ക് ഭർത്താവിനോട് ചേർന്നൊക്കെ ഒരു ഇടവേള ലഭിച്ചു. അവളുടെ ഭർത്താവിൻ്റെ ഇടവക ഏതാണ്ട് 3 ട്രെയിൻകാർ വേണം അവിടെ ചെല്ലാനായിട്ട്, ഓർത്തഡോക്സ് പള്ളി പോകാനായിട്ട്. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ ഞായറാഴ്ച പള്ളിയിലേക്ക് വരികയാണ് വിവാഹത്തിന് ശേഷം. ആ ഇടവകയിൽ പ്രായമുള്ള ഒരു അങ്കിൾ ഇവിടെ കണ്ടപ്പോൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പള്ളിയിലേക്ക് ഉയർന്നു വരുമ്പോൾ, പക്ഷേ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അങ്കിളിൻ്റെ വാക്കാണ്, നീ എന്താ ഇവിടെ? ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ. അവളൊന്നും മിണ്ടിയില്ല. പിറ്റേ ആഴ്ച വീണ്ടും അമ്മയുടെ കൂടെ അവൾ സ്വന്തം പള്ളിയിലേക്ക്, നേരത്തെയുള്ള പള്ളിയിലേക്ക് അവൾ വന്നു. അതേ സമയത്ത് തന്നെ ഈ അങ്കിളിന് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അങ്കിളിൻ്റെ അടുത്ത കമൻ്റാണ്, പക്ഷേ നിൻ്റെ പള്ളി ഓർത്തഡോക്സ് പള്ളിയില്ല, ഇതിന് അങ്ങോട്ടാണ് പോകാൻ, ഇങ്ങോട്ടെന്താ വന്നത്? 3 ആഴ്ച കഴിക്കാൻ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. 3-ാമത്തെ ആഴ്ച അവൾ ചോദിച്ചു, ഞാൻ ഒരിടത്തും പോകുന്നില്ല. അവളുടെ പഴയ പള്ളിയിലേക്ക് വരത്തക്കവണ്ണമുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ടും ഈ പ്രിയപ്പെട്ട അങ്കിളിൻ്റെ 2-3 പ്രാവശ്യമുള്ള കമൻറ്റിൻ്റെ പേരിൽ അവൾ ഏതാണ്ട് 1.5 വർഷം പള്ളി പോയില്ല. കാരണം അവൾക്ക് ഭർത്താവിൻ്റെ അടുത്ത് പോകത്തക്കൊണ്ട് 1.5 വർഷം കൂടെ സമയം എടുത്തു. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയുടെ വെറും വാക്കുകൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ഹനിക്കുക മാത്രമല്ല, ദേവാലയ വർഷിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തക്കവണ്ണം അവൾക്ക് വല്ലാണ്ടുള്ള ഒരു ദുസ്വാധീനം അവൾക്കുണ്ടാകുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ബി എക്സ്ട്രാ കോഷ്യസ് ഇൻ യുവർ വേർഡ് ആൻഡ് ഇൻ യുവർ സ്റ്റാൻഡ്. നിന്റെ മനോഭാവത്തിലും നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലും നീ ഏറെ ജാഗ്രത പുലർത്തണം. കാരണം നിന്റെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നീ പറയുന്ന വാക്കുകൾ, ചില മനോഭാവങ്ങൾ നിന്റെ സഹോദരൻ്റെ വിശ്വാസത്തെ ഹനിപ്പാൻ തക്കോണം ഇടയാകാതിരിക്കണമെങ്കിൽ ബി എക്സ്ട്രാ കോഷ്യസ്. അതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും എൻ്റെ സ്റ്റാൻഡിലും എൻ്റെ വാക്കിലും എൻ്റെ മനോഭാവത്തിലും കൂടെയും എൻ്റെ സഹോദര വിശ്വാസ വർധനയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ ചെയ്യാൻ തക്കോണം ഞാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു നിലപാടെടുക്കുമ്പോഴാണ്
അത് സാക്ഷ്യനുഭവമായിട്ട് മാറുന്നത് പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനയ്ക്കായിട്ട് ആ യാഗപീഠത്തിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ ജീവനെ കൊടുക്കാൻ തക്കൊണ്ട് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനയ്ക്കായി എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ ഭാഗത്ത് ഞാൻ വരട്ടെ, സമയം പോകുന്നല്ലോ. ഫിലിപ്പിയർ 2:2 വാക്യം ഇപ്രകാരമാണ് നാം കാണുന്നത്. Then make my joy complete by being like-minded, having the same love, being one in spirit and of one mind. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. മലയാളത്തിൽ വായിക്കട്ടെ. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവീൻ എന്ന് പറയുന്നു. പൗലോസിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ അവൻ അനുഭവിക്കുന്നത് വിശ്വാസികളുടെ ഐക്യതയിലും അത് അവരുടെ ഏകതയിലുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള സന്തോഷം പൗലോസപ്പോസ്തലൻ സാക്ഷ്യമായി അനുഭവിക്കുന്നത് വിശ്വാസികളെല്ലാവരും ഒന്നിച്ചേക മനസ്സോടെ ഏകതയിൽ കഴിയുന്നതായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചൊരു എക്സോർട്ടേഷൻ പോകുന്നത്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് നിൽക്കണം, അപ്പോഴാണ് എൻ്റെ